നമുക്ക് വേണ്ടി ജീവനെ നൽകിയ ദൈവപുത്രൻ, हमारे लिए जीवन दिया परमेश्वर के इकलौता पुत्र प्रभु यीशु। ഇത്ര ആഴമായി നമ്മെ സ്നേഹിപ്പാൻ, എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ എന്നുള്ള ചോദ്യമാണ് നമ്മളുടെ ഹൃദയത്തിൽ നിന്നും ഉയരേണ്ടത്. हम कुछ भी नहीं है परमेश्वर, इस प्यार को पाने के लिए हमारे जीवन में कोई खूबी नहीं प्रभु जी। ഈ ദൈവത്തിൻ്റെ ഈ സ്നേഹമാണ് ഇന്ന് ഈ ആരാധനയുടെ സമയത്തും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമ്മളെ യോഗ്യരാക്കിയിരിക്കുന്നത്. प्रभु के प्यार के कारण हम प्रभु को महिमा करने के लिए, आराधना करने के लिए प्रभु हमें इधर लाया। നമ്മുടെ ഭക്തിയല്ല, നമ്മുടെ കഴിവുകളല്ല, നമ്മുടെ പ്രയത്നങ്ങളല്ല, हमारे कोई भक्ति और हमारा कोई खूबी कुछ भी नहीं है। കർത്താവിൻ്റെ ഈ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. आज हम प्रभु का जो प्यार को समझ करके प्रभु को धन्यवाद करेंगे। യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. पिछले दिन यशायाह नबी का पुस्तक 40वां अध्याय उसका 31वां वचन हम लोग मनन किया। അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. वहां लिखा है, जो प्रभु को बात जोते इंतजार करने वाला वो उकाब के समान उठेंगे। അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. वो उकाब के समान उठेंगे और दौड़ेंगे और क्षीणित ना होंगे, चलेंगे और शक्ति ना होंगे। യഹോവയെ കാത്തിരിക്കുന്നവരെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. जो यहाँ पढ़ा है, जो प्रभु के लिए इंतजार करने वाला व्यक्ति के बारे में यहाँ लिखा हुआ है। ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. जो प्रभु पर भरोसा रखने वाला व्यक्ति के बारे में यहाँ हम देख सकते हैं। എന്റെയും നിങ്ങളുടെയും പ്രതീക്ഷ എവിടെയാണ്? क्या आप और मेरा जो भरोसा कहाँ है? എന്തിലാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്? किस चीजों में क्या हम भरोसा रखते हैं? യഹോവയെ കാത്തിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചോദിക്കുന്നവർ, ദൈവത്തോട് സംസാരിക്കുന്നവർ. जो प्रभु के बात जोते, जो उसके मतलब ये है प्रभु से बात करने वाला, प्रभु के साथ बैठने वाला, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നവർ, प्रभु का उपस्थिति को जो प्यासा के साथ बैठने वाला, അവരാണ് യഹോവയെ കാത്തിരിക്കുന്നവർ. उनके बारे में जो बोल रहे हैं, जो प्रभु का इंतजार करने वाला। മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് ദൈവത്തിന് വേണ്ടി കാംക്ഷിക്കുന്നു. जो हिरणी जो पानी के लिए से तड़पता है, वैसा मेरा आत्मा आपके लिए तड़पता है परमेश्वर। വെള്ളത്തിനു വേണ്ടി, ജലത്തിനു വേണ്ടി കാംക്ഷിക്കുന്ന, ദാഹിക്കുന്ന മാനിനെ പോലെ അത്ര ഒരു ദാഹം ദൈവത്തിന് വേണ്ടി ഉണ്ടാകുക, അതാണ് യഹോവയെ കാത്തിരിക്കുന്നവരുടെ ലക്ഷണം. जैसा हिरणी पानी के लिए तड़पता है, वैसा जो लोग तड़पता है उनके बारे में हम बता सकते हैं, वो प्रभु के बात होते रहने वाला व्यक्ति। വല്ലപ്പോഴുമല്ല, എപ്പോഴെങ്കിലുമൊക്കെ അല്ല, മറിച്ച് എപ്പോഴും ദൈവത്തിന് വേണ്ടി കാംക്ഷിക്കുന്ന ഹൃദയം. कभी कभी नहीं, हर पल हर समय प्रभु के लिए बात होते रहने वाला व्यक्ति के बारे में हम बताते हैं। ജീവിതത്തിന്റെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാ അവസ്ഥയിലും ദൈവത്തിന്റെ സാമീപ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഹൃദയം, അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. अगर चाहे दुख हो, क्लेश हो और आनंद हो, कई परिस्थिति में भी प्रभु का इंतजार करने वाला व्यक्ति होना चाहिए। അങ്ങനെ യഹോവയെ കാത്തിരിക്കുന്നവരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ऐसे प्रभु के लिए इंतजार करने वाले व्यक्ति के बारे में यहाँ स्पष्ट रीति से लिखा हुआ है। യെശയ്യാ പ്രവാചകനിലൂടെ എല്ലാ തലമുറകളിലും ഉള്ളവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. यशायाह नबी का जो किताब में है, जो उस समय के लिए नहीं बल्कि जो अगले पीढ़ियों के लिए भी, अभी का जो पीढ़ी को लिए भी लिखा हुआ वचन है। അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. वो लोग उखाब के समान उठेंगे, दौड़ेंगे। കഴുകന്മാരെ പോലെ, യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ. प्रभु को जो बात जोते रहने वाला, इंतजार करने वाला, उखाब के समान। കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ച കാര്യമാണ് കഴുകൻ അനേക ഒരു സാധാരണ പക്ഷിയെ പോലെയല്ല. पिछले दिन हमने मनन किया है, ये उखाब साधारण, वो एक साधारण वो चिड़िया के समान नहीं है। 10,000 അടി വരെ ഉയരത്തിലേക്ക് പറന്ന് ഉയരുകയാണ് കഴുകൻ. 10,000 फीट से ऊपर भी वो उड़ सकते हैं। നമ്മുടെ ശൂന്യതയിൽ നിന്നും, നമ്മുടെ ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മളെ എത്ര ഉയരത്തിലെത്തിക്കുവാൻ ദൈവത്തിന് കഴിയും എന്നാണ് ഈ വചനം നമ്മളെ മനസ്സിലാക്കുന്നത്. इस वचन हमें सिखाते हैं, जो हमारे कमजोरियों में जब हम शून्य है, फिर भी परमेश्वर हमें उन्नति पर ले जा सकते हैं। സീറോ ആയിരിക്കുന്ന നമ്മളെ യഥാർത്ഥ ഹീറോ ആക്കുവാൻ ദൈവത്തിന് കഴിയും. जो जीरो बनकर जीने वाले लोगों को हीरो बनाने वाला जो प्रभु के सामर्थ्य। ആരുടെയും കണ്ണുകളിൽ പെടാത്തവരെ
ദൈവത്തിന് വേണ്ടി ശക്തിയേറിയ ഉപകരണമാക്കുവാൻ ദൈവത്തിന് കഴിയും. प्रभु ऐसा चाहता है, किसी का नजर में अभी तक नहीं आया, किसी पोस्ट पर उनके नाम नहीं आया, उसके परमेश्वर ने वो उन्नति पर ले जाना चाहते हैं. ദാവീദിന്റെ ഭവനത്തിൽ 8 മക്കളായിരുന്നു. दाऊद का जो राजा है, उनका घर में 8 संतान लोग हैं, उनके भाई वो मिल करके वो 7 बेटा लोग थे. ദൈവത്തിന്റെ ആത്മാവ് ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, യിശയ്യുടെ ഭവനത്തിൽ നിന്നും ഇസ്രായേലിന് ഒരു രാജാവ് ഉണ്ടാകാൻ പോവുകയാണ്. प्रभु के आत्मा ने, यहोवा ने उनसे कहा, जो शमूएल जो भविष्यवक्ता है, उनको बोला ईसाई के घर में तुम जाना, वहां प्रभु के लिए, प्रभु का देश के लिए एक राजा वहां है, वहां जाकर तुम देखना. യിശയ്യുടെ ഭവനത്തിൽ ചെന്നപ്പോൾ ശമൂവേൽ പ്രവാചകൻ ഏലിയാബിനെ കണ്ടു. ഏലിയാബ് जब शमूएल भविष्यवक्ता जो ये ईसाई के घर में जब पहुंचा, वहां एलियाब को देखा. ഏറ്റവും മൂത്ത സഹോദരൻ കണ്ടാൽ രാജാവിനെ പോലെ, രാജകുമാരനെ പോലെ സൗന്ദര്യമുള്ള പൊക്കമുള്ള ഈ മനുഷ്യനെ കണ്ടപ്പോൾ, ഈ യൗവനക്കാരനെ കണ്ടപ്പോൾ ശമൂവേൽ പ്രവാചകൻ തീരുമാനിച്ചു, ഇവൻ തന്നെയാണ് അഭിഷേകത്തിന് യോഗ്യനായ ഇസ്രായേലിന്റെ രാജാവാകുവാൻ പോകുന്നവൻ. जब ईसाई उस घर में पहुंचा तो दाऊद का बड़ा भाई जो एलियाब को देख करके उन्होंने मन में ऐसा सोचा, ये तो देखने में राजा जैसा लग रहा है, उसको थोड़ा लंबाई है, देखने में सुंदर है और वो बड़ा व्यक्ति थे, इसलिए उन्होंने सोचा जो परमेश्वर ने चुनने के लिए, जो इनको परमेश्वर ने चुनने जा रहे हैं. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശമൂവേൽ പ്രവാചകനെ വിലക്കി. ഈ യൗവനക്കാരനല്ല ഇസ്രായേലിന്റെ രാജാവാകുവാൻ പോകുന്നത്. लेकिन प्रभु के आत्मा ने शमूएल से कहा, वो जो आने वाला 2 दिनों में इस्राएल का राजा ये नहीं बनेगा. എല്ലാ സഹോദരന്മാരെയും വിളിച്ചു. सारे उनके भाई लोग को बुलाया, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരെയും രാജാവായി അംഗീകരിച്ചില്ല. लेकिन उन लोगों से किसी को पवित्र आत्मा किसी को चुना नहीं राजा बनने के लिए. യിശയ്യ അടുത്ത ആരെയും പറ്റി പറയുന്നില്ല. ईसाई उसके बाद जो दाऊद का पिता है, वो किसी के बारे में फिर कुछ नहीं बोला. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ ചോദിക്കുകയാണ്, ഇനി ആരെങ്കിലും ഉണ്ടോ? उसी समय शमूएल ने भविष्यवक्ता, उन्होंने पिता से कहा, पिता से वो सवाल किया, क्या आपको और बेटा है क्या? തന്റെ എല്ലാ മക്കളെയും വിളിച്ച ശമൂവേൽ പ്രവാചകന്റെ മുൻപിൽ നിർത്തിയ യിശയ്യ ദാവീദിന്റെ പേര് വിളിക്കാഞ്ഞതിന്റെ, പേര് പറയാഞ്ഞതിന്റെ കാരണം യിശയ്യക്ക് ദാവീദിൽ അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു. जब शमूएल भविष्यवक्ता ने जो आपके जो जितने बच्चे बेटा लोग हैं सबको यहाँ लाना है, यहाँ खड़ा कीजिए, तब ईसाई वो बड़े बड़े जो भाई लोग हैं उनका सब लोगों को वहाँ खड़ा किया दाऊद का. लेकिन दाऊद के बारे में कभी नहीं सोचा ये राजा बनने का कुछ खूबी उनका जीवन में है. പ്രിയമുള്ളവരെ, നമ്മളെ സ്നേഹിക്കുന്നവർ പോലും പലപ്പോഴും നമ്മൾ പ്രതീക്ഷ അർപ്പിക്കാതെ ഇരിക്കുമ്പോൾ, जो हमें प्रेम करने वाला भी हमारे खूबियों को नहीं देख पाते हैं. സ്വന്തം പിതാവിന്റെ കണ്ണുകളിൽ ദാവീദ് പെടാതിരുന്നപ്പോൾ, जो अपना पिता के नजर में दाऊद बहुत छोटा जो उन्होंने समझा था. ഒരാട്ടിടയനപ്പുറം താൻ എന്തെങ്കിലും, തന്റെ ഇളയ മകൻ എന്തെങ്കിലും ആകുമെന്നൊരു പ്രതീക്ഷയും യിശയ്യക്കില്ലാതെ ഇരിക്കുമ്പോൾ, ईसाई जो दाऊद का पिता का मन में ऐसा चिंता नहीं था, क्योंकि इनके पास राजा बनने के लिए कोई खूबी नहीं है, ये तो चरवाहा है जो भेड़ों को चराते हैं. യിശയ്യക്ക് പറയേണ്ടി വന്നു, ഒരു മകനും കൂടിയുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാണ്, വേറൊരു പണിക്കും അവനെ പ്രത്യേകമായിട്ട് കൊള്ളത്തില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവൻ കാട്ടിൽ ആടുകളെ മേയ്ക്കുകയാണ്. आखिर में ईश्वर को बोलना पड़ा, मुझे भी एक छोटा बेटा है, लेकिन अभी यहाँ नहीं है, वो भेड़ बकरी को चराने वाला है. അവൻ മറ്റുള്ള മക്കളെ പോലെ സൗന്ദര്യമുള്ളവനല്ല, പൊക്കമുള്ളവനല്ല. जो उनके भाई के समान उतना ऊंचाई नहीं थे, उतना सुंदर नहीं था. അവൻ യുദ്ധത്തിന് അങ്ങനെ സാമർത്ഥ്യമുള്ളവനല്ല. वो लड़ाई के लिए, युद्ध लड़ने के लिए उनके पास कोई सामर्थ नहीं थे. എന്നാൽ ശമൂവേൽ പ്രവാചകൻ പറയുകയാണ്, അവനെ വിളിക്കണം. उसी समय भविष्यवक्ता जो शमूएल भविष्यवक्ता ने बोला, उनको यहाँ बुलाना है. പ്രിയമുള്ളവരെ, പിതാവിന്റെ കണ്ണുകളിൽ പെടാത്ത ദാവീദ്, जो मेरा प्रियो, जो पिता के नजर में उनका खूबियों को नहीं देखा, जो व्यक्ति പ്രവാചകന്റെ കണ്ണിൽ പെടാത്ത ദാവീദ് भविष्यवक्ता का नजर में जो उनका खूबियों को नहीं समझ पाया. രാജാവിന്റെ അടുക്കൽ ചെന്നപ്പോഴും രാജാവ് പറഞ്ഞത്, ശൗൽ പറഞ്ഞത്, നിനക്ക് ഗോലിയാത്തിനോട് മത്സരിക്കാൻ, യുദ്ധത്തിന് പോകാൻ കഴിയത്തില്ല, കാരണം നീ ഒരു ബാലനാണ്. जब दाऊद जो शाऊल के पास गया, उसी समय शाऊल ने बोला, तुमको अभी गोलियत से लड़ने का कोई सामर्थ नहीं है, तुमसे वो कुछ
असंभव है। അവന്റെ സഹോദരന്മാർ അവനെ യുദ്ധക്കളത്തിൽ കണ്ടപ്പോൾ നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, യുദ്ധം കാണാനല്ലേ എന്ന് പറഞ്ഞവനെ ഓടിച്ചു വിടാൻ വേണ്ടി ശ്രമിച്ചു. जब जो युद्ध लड़ने के समय में जो गोलियत उनके विरोध में खड़ा हुआ, उसी समय दाऊद वहां पहुंचा। उसी समय सब लोग, उनका भाई लोग उनसे पूछा, क्या तुम ये सब देखने के लिए आया? तुम यहाँ से भाग जाओ खोल के। उनको वहां से भगाया। എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാവരുടെയും കണ്ണുകളിൽ ദാവീദ് ഒരാട്ടിടയനപ്പുറം വളരാൻ കഴിവുള്ളവനല്ല. संसार का रीति से अगर देखते हैं तो दाऊद एक चरवा के रूप में रह सकता है, उसके ऊपर उन नहीं बढ़ पाते। പിതാവിന്റെ കണ്ണുകളിൽ പെട്ടില്ല, പ്രവാചകന്റെ കണ്ണുകളിൽ പെട്ടില്ല, രാജാവ് തന്നെ പറ്റി പ്രതീക്ഷ പുലർത്തിയില്ല, സഹോദരന്മാർ തന്നെ ഓടിച്ചു വിടുവാൻ ശ്രമിച്ചു. എന്നാൽ മനുഷ്യന്റെ കണ്ണുകളിൽ ആരുമല്ലാതെ ഇരുന്ന ദാവീദിനെ തിരഞ്ഞെടുത്ത് ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ പദ്ധതിയിട്ട ദൈവം. वो भविष्यवक्ता समूएल के सामने दाऊद कुछ भी नहीं था, और शाऊल के सामने राजा था, उनके सामने कुछ नहीं, तुच्छ समझता था। और कई उनका भाई लोग थे, उनका भी सामने तुच्छ समझता था, लेकिन उनको परमेश्वर ने छुआ। ദാവീദിന്റെ കഥ വായിക്കുമ്പോൾ, സംഭവ കഥയാണ് അത്, ആ കഥ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ദാവീദ് മനുഷ്യന്റെ കണ്ണുകളിലൊന്നും പെട്ടില്ലെങ്കിലും ദാവീദിന്റെ രഹസ്യ ജീവിതത്തിൽ ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച് ആരും കാണാത്തയിടത്ത് താൻ കാട്ടിൽ വിജയിച്ച ഒരു രഹസ്യ ചരിത്രം ദാവീദിനുണ്ടായിരുന്നു. जब दाऊद का जो इतिहास को पढ़ते हैं, उसी समय हम समझ सकते हैं दुनिया का जो कोई भी नजर उनको नहीं समझ सकते हैं। दुनिया के सारे लोग उनको तुच्छ मानते थे, लेकिन ये सच्चाई ये है, वो लोग नहीं जानते, लेकिन उनको जो जंगल में जो बकरी को चराने समय में उनका परमेश्वर से एक गुप्त, एक गहरा उनका संबंध था। प्रभु से एक बड़ा संबंध रखने वाला व्यक्ति थी दाऊद। ദൈവത്തിന് വേണ്ടി തന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാഷൻ തനിക്കുണ്ടായിരുന്നു. जो प्रभु के लिए जो मन में रखा हुआ एक बोझ उनके मन में थे। ഗോലിയാത്തിനെ നേരിടുവാൻ വേണ്ടി പോകുന്ന ദാവീദിനെ കാണുമ്പോൾ നമുക്കിത് മനസ്സിലാകും. और जब जो गोलियत को लड़ने के लिए जो दाऊद जो आगे बढ़ते हैं, वो देख करके हम समझ सकते हैं। ദാവീദ് ഗോലിയാത്ത് ചോദിക്കുന്നത്, ഞാനെന്താ നായ്ക്കുട്ടിയോ മറ്റോ ആണോ നീ ഇങ്ങനെ കല്ല് എടുത്തോണ്ട് എന്റെ നേരെ വരാൻ? गोलियत दाऊद से ऐसा सवाल करते हैं, क्या हम कुत्ते हैं, तुम एक पत्थर को लेकर के मेरा पास आते हैं? ഒരു 10 അടിയോളം പൊക്കമുള്ള ഗോലിയാത്തിന് മുൻപിൽ ദാവീദ് ഒന്നുമല്ല. जो गोलियत जो 10 फीट का जो हाइट उनका है, ऊंचा है, उसके सामने दाऊद कुछ भी नहीं। അപ്പോൾ ദാവീദ് ഗോലിയാത്തിന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. जब दाऊद ने इसका सवाल के लिए जवाब दिया, एक बात है, നിന്റെ പക്കൽ വാളും കുന്തവും ഒക്കെ ഉണ്ട്, പക്ഷേ നീ നിന്ദിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ, ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ നിന്നെ നേരിടാൻ വരുന്നത്. शायद तुम्हारे पास बला है, वो तलवार है, लेकिन जो मैं तुम्हारे पास आते हैं, यह सेनाओं का यहोवा के सामर्थ के साथ, उनके नाम में तुमसे मैं लड़ने के लिए आ रहा है। എന്നും രാവിലെ യുദ്ധത്തിന് വേണ്ടി എക്സർസൈസ് ചെയ്യുന്ന, റിക്രൂട്ട്മെന്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട, ആ പരീക്ഷ എഴുതി ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ നടത്തി അതൊക്കെ പാസ്സായ ഇസ്രായേലിന്റെ സേന മുഴുവൻ പരാജയപ്പെട്ടെടുത്ത് ഗോലിയാത്തിന്റെ പേര് കേൾക്കുമ്പോൾ, ഗോലിയാത്തിന്റെ അലറിച്ച കേൾക്കുമ്പോൾ തിരിച്ചോടിപ്പോകുന്ന ഇസ്രായേൽ സൈന്യം ഒരിടത്ത് നിൽക്കുമ്പോൾ, 40 ദിവസം പരാജയപ്പെട്ട് പുറകോട്ടോടുന്ന ഇസ്രായേൽ സൈന്യം അവിടെ നിൽക്കുമ്പോൾ, ഇതാ ദാവീദ് ഒരു വ്യക്തി ഗോലിയാത്തിനെ നേരിടുവാൻ വേണ്ടി മുൻപോട്ട് കുതിക്കുകയാണ്. जो सिपाही लोग पहले से उन्होंने कसरत करके उनके शरीर को अच्छा किया, बड़ा किया और ताकत वाला बन गया, और कई प्रकार का रिक्रूटमेंट, कई प्रकार का वो काम करते हुए ये लोग सिपाही बना। लेकिन ये सिपाही लोग जो लड़ने के लिए जो ताकत नहीं है, ये गोलियत को देख करके ये लोग सब डर के मारे पीछे हट गया। तब प्रभु वो दाऊद आगे बढ़ा। നമുക്കറിയാം ദാവീദിന്റെ സ്റ്റോറി. ഇസ്രായേലിലെ ഏറ്റവും പേരുകെട്ട ആ രാജാവാണ് ദാവീദ്. अगर हम देखते हैं दाऊद के इतिहास को पढ़ते हैं, तो हम पढ़ सकते हैं वो दाऊद इस्राएल का सबसे अच्छा एक राजा था। യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. वो यहोवा का बात जोते रहने वाला जो सामर्थ पाएंगे। അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് वो കയറും. हुक्का के समान उठेंगे और दौड़ेंगे। നമ്മളെ ഉയർത്തുന്നവനായ ദൈവം. हमें ऊंचा करने वाला എന്തിനു परमेश्वर। വേണ്ടിയാ നമ്മളെ ഉയർത്തുന്നേ? क्यों परमेश्वर हमें उन्नति देता है? ആർക്കും ഇല്ലാത്തൊരു വീട് വെക്കാനോ,
क्या किसी को नहीं ऐसा एक घर बनाने के ആർക്കും लिए? ഇല്ലാത്തൊരു ബാങ്ക് ബാലൻസ് क्या ഉണ്ടാക്കാനോ? किसी को ऐसा नहीं है जैसा एक बैंक बैलेंस बनाने के लिए? അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. अब्राहम को जब ये प्रभु ने जो बुलाया उस समय प्रभु उनको बताया, मैं तुम्हें आशीष दूंगा. അത്രയും ഭാഗം നമുക്ക് ഇഷ്ടമാകുന്ന ഭാഗമാണ്. जो उसी वो बात है हमें बहुत पसंद होता है. പക്ഷേ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ സകല ജാതികൾക്കും ഒരു അനുഗ്രഹമായിരിക്കും. वो प्रभु अब्राहम से कहा, मैं तुम्हें आशीष दूंगा, तुम सारे लोगों को तो पिता बनाऊंगा. ദൈവം നമ്മളെ ഉയർത്തും എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്വാർത്ഥ ആഗ്രഹങ്ങളൊക്കെ ദൈവം അനുവദിച്ചു തരുമെന്നല്ല അതിന്റെ അർത്ഥം. उसके मतलब यही है, जो प्रभु का जो आशीष है ये जो हमारे व्यक्तिगत रूप से हमें बहुत उन्नति देगा, ये नहीं. ദൈവത്തെ ഉയർത്തുവാൻ വേണ്ടി ദൈവം നമ്മളെ ഉയർത്തുമെന്നാണ് ദൈവം പറയുന്നത്. प्रभु को जो नाम को ऊंचा करने वालों को उन्नति दे करके लिखा हुआ है. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഉയർച്ചകളിലൂടെയും ദൈവം ഉയർത്തപ്പെടണം. हमारा हर एक उन्नति में प्रभु यीशु का नाम भी ऊंचा होना चाहिए. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മളെ രക്ഷിച്ച, നമ്മളെ ഉയർത്തിയ, നമ്മളെ വിടുവിച്ച യേശുവിനെ അറിയണം. जो हमारा अगल बगल के लोग भी हमें उन्नति दिया हुआ प्रभु यीशु मसीह को लोग भी जानना है. ഏറ്റവും വലിയ ഉയർച്ച എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നും ഉള്ള വിടുതലാണ്. सबसे बड़ा उन्नति यही है, हम पापों से जो छुटकारा पाया, यही है हम सबसे बड़ा उन्नति. കാരണം പാപത്തിൽ മരിച്ചാൽ നമ്മൾ ഏറ്റവും വലിയ താഴ്ചയിലേക്ക്, നരകത്തിലേക്ക് പോകും. जब हम पाप से मरेंगे तो हम गहराई जो नरक है वहां जाना पड़ा. പാപത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടാൽ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക്, നിത്യതയിലേക്ക് നമ്മൾ നീങ്ങും. अगर हम पाप से अगर बचे रहे और छुटकारा पाए तो सबसे उन्नति ऊंचा जगह पर प्रभु हमें ले जाते हैं. ആരുമല്ലാതെ ഇരുന്ന ദാവീദിനെ ഉയർത്തി ഇസ്രായേലിന്റെ രാജസ്ഥാനത്തിരുത്തിയ ദൈവം. ओ दाऊद ऐसा था कोई खूब ही नहीं था, लेकिन उनको प्रभु ने इस्राएल देश का राजा सिंहासन गद्दी पर बैठाया. അടിമയായിരുന്ന, പ്രിസണറായിരുന്ന ആ യോസെഫിനെ ഒറ്റ രാത്രി കൊണ്ട് സിംഹാസനത്തിലേക്ക് നീക്കിയ, ഈജിപ്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നീക്കിയ ദൈവം. जो यूसुफ को जो गुलाम थे वहां से एक ही रात में, एक सेकंड में वो राजा का गद्दी पर बैठाने वाला परमेश्वर, പ്രിസണർ ടു പ്രൈം മിനിസ്റ്റർ. जो वहां से जो गुलामी से राजा बन गया. ഹി വാസ് പ്രിസണർ വൺ ഡേ ബിഫോർ. ഒരു ദിവസം മുൻപ് താന് ജയിലിലായിരുന്നു. एक दिन का पहले वो जेल में थे. അന്ന് രാത്രി രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. उसी रात में राजा एक सपना देखा. രാജാവിന്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകനോട് താൻ സ്വപ്നത്തിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്തു. താൻ താൻ രാജാവിന്റെ കൊട്ടാരത്തിൽ തിരിച്ചെത്തി. जब बंदीगृह में उनके साथ जो राजा का पिलानहारी है, उनको उनका सपने को उन्होंने जो व्याख्यान किया है. ഈ പാനപാത്രവാഹകൻ പ്രോമിസ് ചെയ്തിട്ടാ പോയത്, ചെന്നാൽ ഉടനെ ഞാൻ ഫറവോനോട് നിന്റെ കാര്യം പറഞ്ഞേക്കാം കേട്ടോ. पिलानहारी ने ऐसे कहा, यूसुफ तू डरना नहीं, कोई चिंता न करे, हम अगर जाएंगे राजा के पास, जब तब मैं राजा से तुम्हारे बारे में मैं बोल करके तुम्हें छुटकारा देने के लिए പ്രിയമുള്ളവരെ, कोशिश നമ്മളോട് करेंगे. പ്രോമിസ് ചെയ്ത പലരും, നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന പലരും നമ്മളെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടണ്ട. അതും നമ്മളെ ഉയർത്തുവാൻ വേണ്ടിയാണ്. जो कोई हमें जो हमको वायदा किया था वो भूल गया होगा. जो वायदा के लोग भूल गए होगा, लेकिन जो परमेश्वर हमें कभी नहीं भूलता. യോസഫിനെ പാനപാത്രവാഹകൻ ഓർത്ത് ഫറവോനോട് റെക്കമെൻഡ് ചെയ്തായിരുന്നെങ്കിൽ ആ ജയിലിൽ നിന്നും തനിക്ക് മാക്സിമം ആ ജയിലിൽ നിന്നും ഒരു വിടുതൽ കിട്ടിയത്. अगर पिलानहारी जो राजा का पास जाकर के इनके लिए जो रेकमेंड करेंगे तो इनको जो सिर्फ केवल एक छुटकारा, जो जेल से छुटकारा मिल सकते थे. പാനപാത്രവാഹകൻ യോസഫിനെ മറന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. जो पिलानहारी जो यूसुफ को भूल गया, इसलिए प्रभु का जो समय में उनको ऊंचा पद दिया. ദൈവത്തിന്റെ സമയമായപ്പോൾ ഫറവോൻ രാജാവ് സ്വപ്നം കണ്ടു. जो प्रभु का जो वक्त आया तब फिरौन ने एक सपना देखा. ആ സ്വപ്നത്തിന്റെ അർത്ഥം പറയാൻ ആർക്കും കഴിഞ്ഞില്ല. उस सपना के जो अर्थ बताने के लिए उस जगह पर कोई नहीं थे. അപ്പോൾ ആരും ഓർപ്പിക്കാതെ പാനപാത്രവാഹകൻ തന്റെ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു തന്ന യോസെഫിനെ ഓർത്തു. उसी समय पिलानहारी को याद आया, जब सातवें बंदीगृह में थे उसी समय यूसुफ उनका सपना को व्याख्यान किया, विवर्तन किया. इसलिए जरूर राजा का सपना भी उन्होंने बता ഞാൻ सकता है. യോസെഫിനെ പറ്റി രാജാവിനോട് പറഞ്ഞു. उन्होंने जो यूसुफ के बारे में वो राजा से कहा, അത് കൃത്യം സമയമായിരുന്നു. जो सही वक्त था. That was the appointed time of God. ദൈവത്തിന്റെ സമയം അതായിരുന്നു. उनको अपॉइंट करने के लिए, उनको नियुक्त करने का सही वक्त था. അന്ന് രാത്രി
ജയിലറയിൽ കിടന്നുറങ്ങിയ യോസെഫിനെ ഉണർത്തി എഴുന്നേൽപ്പിച്ച് തന്നെ റെഡിയാക്കി ഇതാ താൻ കൊട്ടാരത്തിൽ നിൽക്കുകയാണ് രാജാവിന്റെ മുൻപിൽ. उसी रात में सोया हुआ यूसुफ को वो बुला करके उनको तैयार किया, उनको अच्छा कपड़ा दिया, उनको प्रभु के राजा के सामने यूसुफ को खड़ा किया. ഇന്നലെ രാത്രി ജയിലിൽ കിടന്നുറങ്ങിയ യോസെഫ് ഇന്നുറങ്ങുന്നത് കൊട്ടാരത്തിലാണ്. कल रात में जो जेल में सोया हुआ यूसुफ अभी आज जो वो सिंहासन का गद्दी पर जो राजा जो महल में सो रहा है. സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട യോസെഫ്, जो भाई लोग कुआं में उनको फेंका हुआ यूसुफ, തെറ്റ് ചെയ്യാത്തതിന് ജയിൽ ശിക്ഷ കിട്ടിയ യോസെഫ്, बिना गलती से सजा लेना पड़ा, जेल में जाना पड़ा यूसुफ. ഇതാ ദൈവം തന്നെ ഉയർത്തിയിരിക്കുകയാണ്. उसी समय इस समय देखे यूसुफ को प्रभु ने ऊंचा पद में എന്തിനു बैठाया. വേണ്ടിയാണ് യോസെഫിനെ ദൈവം ഉയർത്തിയത്? इसलिए यूसुफ को ऊंचा किया. ലോകത്തിൽ മുഴുവൻ ക്ഷാമമുണ്ടായപ്പോൾ എല്ലാ ദേശക്കാരും യോസെഫിന്റെ അടുക്കൽ വന്നു. യോസെഫ് അവർക്ക് ധാന്യം വിതരണം ചെയ്തു. इसलिए उनको ओ राजा ने उन्नति में रखा, प्रभु ने उन्नति में रखा, क्योंकि उस देश में अकाल आना पड़ा और हर देश के लिए भोजन का तैयारी करने के लिए यूसुफ को वहां खड़ा किया. യോസെഫിനെ ദൈവം ഉയർത്തിയത് ഈജിപ്തിലെ ധാന്യമെല്ലാം തന്റെ വീട്ടിലോട്ട് കൊണ്ടുവരല്ല. जो यूसुफ को इसलिए प्रभु ने खड़ा किया, वो क्योंकि उनको जो दिया हुआ सारे बोझ का सामान सब कुछ अपने घर में ले जाने के लिए नहीं. യോസെഫിനെ ദൈവം ഉയർത്തിയത് ക്ഷാമം അനുഭവിക്കുന്ന ലോകത്തിലെങ്ങും കൃത്യമായിട്ട് ധാന്യം കൊടുക്കാനാണ്. यूसुफ को इसलिए प्रभु ने खड़ा किया है, जिनके पास भोजन नहीं है, जिनके पास खाने के लिए कुछ भी नहीं है, उनको खिलाने के लिए उनको मंदिर बनाया. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ जो പുതുക്കും. यहोवा का बात जोते रहने वाला सामर्थ को प्राप्त അവർ करेंगे. കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. वो कब के समान उठेंगे. എന്നെയും നിങ്ങളെയും ദൈവം ഉയർത്തും. मुझे और आपको प्रभु ऊंचा करेगा. ദൈവത്തിന് വേണ്ടി കാത്തിരുന്നാൽ ദൈവം ഉയർത്തും. हम प्रभु के लिए इंतजार करेंगे, प्रभु हमें ऊंचा पद में ले जाएंगे. ദൈവത്തിന് വേണ്ടി കാത്തിരുന്നാൽ ദൈവം ഉപയോഗിക്കും. जो प्रभु के लिए इंतजार करें तो प्रभु आपको इस्तेमाल करेगा. അത് നമ്മളുടെ ലോകത്തിലെ സ്വാർത്ഥ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി അല്ല എന്ന് നമ്മൾ മറക്കരുത്. वो हमारा जो संसार का जो आवश्यकता के लिए ऐसा नहीं सोचना है. ദൈവം നമ്മളെ ഉയർത്തുന്നത് നമ്മൾ ദൈവത്തെ ഉയർത്തുവാൻ വേണ്ടിയാണ്. प्रभु इसलिए हमें उन्नति देता है, ऊंचा करते हैं जो प्रभु को ऊंचा करने ഈ के നാമം लिए. എവിടെ എത്തിയിട്ടില്ലയോ, ഈ സത്യദൈവത്തിന്റെ നാമം എവിടെ എത്തിയിട്ടില്ലയോ, അവിടെ ഈ നിങ്ങളിലൂടെ എന്നിലൂടെ നിങ്ങളിലൂടെ ഈ ദൈവത്തിന്റെ യഥാർത്ഥ ദൈവത്തിന്റെ നാമം എത്തുക. അബ്രഹാമിനെ വിളിച്ചതും അബ്രഹാമിനെ ഉയർത്തിയതും യോസെഫിനെ ഉയർത്തിയതും മോശയെ ഉയർത്തിയതും ഒക്കെ അതിനു വേണ്ടിയാണ്. जहां प्रभु के बारे में नहीं सुना है वहां पहुंचाने के लिए आपको खड़ा किया. जैसा दाऊद का खड़ा किया, जैसा मूसा को खड़ा किया, जैसा अब्राहम को खड़ा किया, ये लोग इसलिए खड़ा किया प्रभु के नाम का महिमा होने के लिए. കഴുകനെ പോലെ ഉയർന്നു പറക്കാൻ ഉയർത്തുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി. उकाब के समान उठने के लिए ताकत देने वाला परमेश्वर. ഉയർന്നു പറക്കുക എന്ന് പറയുമ്പോൾ, കഴുകനെ പോലെ ഉയർന്നു പറക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം. जो उकाब जो ऊपर उड़ते हैं उसके मतलब ये है हमें आजादी के समान हम चल सकते हैं. അങ്ങനെ ഉയർന്നു പറക്കുമ്പോൾ അത് വലിയ സ്വാതന്ത്ര്യമാണ്. जब ऊंचे जगह पर हम उड़ते हैं एक आजादी का एक मतलब है. റൺവേയിലൂടെ ഓടുന്ന വിമാനം ഇങ്ങനെ ഉയർന്ന് എത്ര അനേക അടികൾ, ആയിരക്കണക്കിന് അടികൾ മുകളിലേക്ക് ഉയരുകയാണ്. जो हम देख सकते हैं एयरपोर्ट में देख सकते हैं जो हवाई जहाज है वो जब दौड़ते हैं, दौड़ने के बाद इसलिए दौड़ते हैं क्योंकि उसको ऊंचे जाना है, इसलिए दौड़ करके ऊंचे जो मतलब बहुत 2000 फीट से ऊपर उनको उड़ना है. അങ്ങനെ ഉയർന്നു പറക്കുമ്പോഴാണ് ഒരു മണിക്കൂർ കൊണ്ട് ഒരു 500-800 കിലോമീറ്റർ ഒക്കെ അത് യാത്ര ചെയ്യുകയാണ്. जब ऊंचे जो जगह पर वो उड़ते हैं इसलिए जहां पहुंचाना है वहां 1 घंटा के अंदर वो हवाई जहाज हमें पहुंचाता है. ഉയർന്നു പറക്കുക എന്ന് പറയുമ്പോൾ that shows that freedom, സ്വാതന്ത്ര്യം. जो ऊंचे जो पद में ऊंचे जगह पर उड़ना मतलब यही है हमें आजादी है, कहीं भी हम उठ सकते हैं. അവർ കഴുകന്മാരെ പോലെ, യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ച് പറന്ന് ഉയരും എന്ന് പറയുമ്പോൾ അത് ദൈവം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെയാണ് കാണിക്കുന്നത്. जो यहाँ लिखा है जो बात जोते रहने वाले लोग वो उठेंगे, इसके मतलब प्रभु हमें देने वाला सामर्थ और आजादी है. യോഹന്നാൻ 8-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു,
പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സാക്ഷാൽ സ്വതന്ത്രർ ആകും. यूहन्ना सुसमाचार में लिखा है, जो पुत्र आपको अगर आजादी दे तो आप हमेशा के लिए आजाद हो जाते हैं. വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, പുത്രൻ യേശുക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കും. अगर यीशु मसीह आपको आजादी दे तो आपका जीवन भर वो आजादी बने रहेंगे. പണമല്ല നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. धन नहीं हमें स्वातंत्र देता, आजादी देता നമുക്ക് है. പണത്തിന്റെ ആവശ്യമുണ്ട്. हमें धन का जरूरी है. നമ്മൾ അധ്വാനിച്ച് പണം ഉണ്ടാക്കുകയും അതിൽ നമ്മുടെ ജീവിക്കുവാൻ വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യണം. जो मेहनत करते हैं, जो मजदूरी करते हैं, सही से हम वो इस्तेमाल करना है. हम जीवन में जो काम करना जरूरी है. ദൈവവചനം അലസത ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. जो प्रभु के वचन आलसी को कई പ്രോത്സാഹനം नहीं करते हैं. ആ ദൈവവചനത്തിൽ ചിലർ തെസ്സലോനിക്ക സഭയൊക്കെ ഇങ്ങനെ കർത്താവ് ഉടനെ വരുമെന്ന് പറഞ്ഞ് ജോലിയൊക്കെ അങ്ങ് നിർത്തിയിട്ട് അവരിങ്ങനെ കാത്തിരിക്കുക, ഇനിയിപ്പോ കർത്താവ് വരുമോ, എന്നാ പിന്നെ ഇനി എന്തിനാ ജോലിയൊക്കെ ചെയ്യുന്നത്. तेसलोनिका कलीसिया के लोग ऐसा विश्वास करते थे, जो प्रभु अभी जल्दी आने वाला, इसलिए हमारा जमीन बेचें और कोई काम करने का जरूरत नहीं, हम आराम करेंगे, खाएंगे पिएंगे, आराम करेंगे. അപ്പോസ്തലനായ പൗലോസ് സഭകൾക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളൊന്നും ചെയ്യാതൊന്നും ഇരിക്കേണ്ട, കർത്താവ് വരുമെന്നും പറഞ്ഞ് പണിയൊക്കെ ചെയ്യണം. जब पौलुस ने जब पत्रिका लिखा था, उसने हमें ऐसा बताया, तुम लोग ऐसे आलस्य पर नहीं बैठना, तुम काम करना, मजदूरी करना और उससे आप लोग अपना रोज रोटी का काम होना എന്നാൽ चाहिए. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പണം കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കൂടുവെന്നാ. हाँ, कभी कभी हम लोग सोचते हैं, अगर मेरा पास बहुत धन है इसलिए मैं आजाद हूँ. പ്രിയമുള്ളവരെ, പണം വർദ്ധിക്കുന്നത് കൊണ്ട്, ആവശ്യത്തിൽ കൂടുതൽ പണം വർദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ളതൊരു മിഥ്യാ ചിന്തയാണ്. अगर ऐसा नहीं सोचना है, जो आवश्यक से अधिक जो धन हमारे पास है, ये इसलिए हम सब कुछ कर सकते हैं, हमारे पास वो आजाद है करके आप मत सोचिए. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പീനെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. प्रभु का वचन कहता है, जो खाने पीने के लिए कुछ है तो काफी है. പണത്തിന് വേണ്ടി ഗ്രീഡി ആയിരിക്കരുത്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം जो धन പഠിപ്പിക്കുന്നു. के लालसा नहीं करना है, अगर धन का लालच करेंगे हम उसमें गिर जाएंगे.